എന്റെ അനന്തരവൻ വീടിന് പുറത്തു പോയി എന്ന് ഉറപ്പായാൽ ഞാൻ നിന്നെ ഫോണിൽ വിളിച്ച് വിവരം പറയും. നീ ഉടനെ വന്ന് അവന്റെ പെണ്ണിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഈ ഡയലോഗ് പറയണം. എടാ വാസുദേവ ഇറങ്ങി വാടാ. എന്നിട്ട് പെണ്ണിനോട് നിന്നെ പോലെ ചൊവ്വും നിരപ്പുള്ള പെമ്പിള്ളേർ കുടുംബത്തുള്ളത് കൊണ്ടാ എന്നെ പോലുള്ള പലിശക്കാരന്മാർക്ക് പലിശ കൃത്യമായി കിട്ടുന്നത്. അപ്പൊ ഞാൻ ഇടപെട്ട് മുതലും പലിശയും ഇത്ര സമയത്തിനുള്ളിൽ തന്നോളാമെന്ന് പറയും. അത് കേട്ട് നീ മസിലും പെരുക്കി അങ്ങ് പോണം. റോഷൻ എന്റെ അനന്തരവൻ വീടിന് പുറത്തു പോയ ശേഷം ജബ്ബാർ വീട്ടിനകത്ത് കടന്നു വന്ന് വേദികയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഒരു പെർഫോമൻസ് നടത്തണം. കുറച്ചു കഴിഞ്ഞ് എന്റെ അനന്തരവൻ മുതലും പലിശയുമായി നിന്നെ വന്ന് കണ്ട് 2-3 ഇടിയും തന്ന് കാശും തരും. അത് നമ്മൾ രണ്ടുപേരും തമ്മിൽ പങ്കുവെക്കുന്നു. 50-50. പക്ഷെ മുടിക്ക് കുത്തിപ്പിടിക്കേണ്ട പെണ്ണിന് എനിക്ക് അറിയില്ലല്ലോ. അതൊക്കെ കറക്റ്റ് സമയത്ത് ഞാൻ നിന്നെ വിളിച്ച് അറിയിച്ചോളാം. അവിടെ വേണ്ട. നിനക്ക് ആരാടാ ആമുട്ടെന്ന് പേരിട്ടു? അമ്മ. ഹലോ. എടാ അമ്മട്ടെ, പെട്ടെന്ന് വാ. വീടിന്റെ മുൻവശത്തെ സോഫായിൽ ഞാൻ പറഞ്ഞ പെണ്ണ് മാസിക വായിച്ചോണ്ടിരിക്കുക. ഉടനെ എത്തണം. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ഹലോ ജബ്ബാറെ, ഞാനാ. വേദിക ഡ്രോയിങ് റൂമിലെ സോഫയിൽ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഓക്കെ മോളെ, അച്ഛൻ വിളിക്കണം. ഹലോ. അച്ഛാ. പ്രിയപ്പെട്ട ചേച്ചി, എനിക്ക് 48 വയസ്സുണ്ട്. 3 കുട്ടികളുടെ അമ്മയാണ്. ശരി, എനിക്കിപ്പോ വേറൊരാളെ ഇഷ്ടാണ്. എന്നിട്ട് അയ്യോ ഈശ്വരാ, ഈ രീതിയിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും ചേച്ചി? അയ്യോ, ഞാനത് വായിച്ചില്ലേ. ചുവന്നപ്പോലുള്ള പെണ്ണുങ്ങൾ കുടുംബത്തിലുള്ളത് കൊണ്ട് എന്നെ പോലുള്ള പലിശക്കാർക്ക് കൃത്യമായി പലിശ കിട്ടുന്നത്. എന്റെ ഭാര്യയുടെ മുടി കുത്തി പിടിക്കാൻ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ഇയാൾ ഞാൻ പറഞ്ഞിട്ട് വന്നതാ. നീ പറഞ്ഞിട്ട് വന്ന കൊളാക്കിയല്ലേ. അതെന്റെ ഭാര്യയാണ്. സമയത്തിന് വരികയല്ല മണ്ണാക്കി. നിങ്ങൾ പൈസ തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പെണ്ണിന്റെ മുടി കയറി പിടിച്ചത്. ഇപ്പൊ എന്റെ അടുത്ത് കലിപ്പ് കാണിക്കണം. ഓ, അപ്പൊ എന്നെ പിടിക്കാൻ നിങ്ങൾ വിട്ടാണല്ലോ ഇയാളെ. എന്തിനാണ് മനുഷ്യ ഇത് ചെയ്തത്? ഇയാളെന്റെ മുടി കൂത്തിന് പിടിച്ച് ദുഷ്ടൻ. ഓഹോ, ആള് മാറിപ്പോയിരിക്കാം. ഇവളെ ആയിരിക്കും ഇയാള് മുടി കുത്തിപ്പിടിക്കാൻ പറഞ്ഞത്. ചൊവ്വും നിരപ്പുള്ള പെണ്ണുങ്ങൾ വീട്ടിലുള്ളതുകൊണ്ട് അവനെ ഞാനാ കൊണ്ടുവന്നത്. കുഞ്ഞമ്മാവനെ തല്ലി. അമ്മായിയുടെ മുടിയെ ഇവര് കുത്തിപ്പിടിച്ചു. അമ്മാവൻ എവന്റെ മണിച്ച മുതലും പലിശയും കൊടുത്തു. എവനെ ഇങ്ങ് പറഞ്ഞു വിട്. മോനെ, മോനെ എന്നെ അടിച്ച് അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്ക. ഒരുപാട് അടിച്ചടാ. അയ്യോ മോനെ റോഷ,
നിങ്ങളെന്തിനാണ് നോക്കിയിരിക്കണത്? നിന്റെ മാമന കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ ഇവന്മാര് തല്ലി ഇഞ്ച പരുവാക്കി. നീ എന്നെ രക്ഷിക്കണം. ഇവന്മാരെ കാശ് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ ഇവന്മാരെ ചെടിച്ചെട്ടിലൊക്കെ മൂത്രമൊഴിച്ച് നോക്കും. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ എപ്പോ കൊടുക്കും? ഇന്ന്. ഇത് അവസാനത്തെ അവധിയാണ്. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ തല്ലാനും പിടിക്കാനൊന്നും നിൽക്കണ്ട, കൊന്നു കളഞ്ഞേക്കും. ഇനി ഈ അമ്മാവന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ മുഷ്ക് കാട്ടി പേടിപ്പിക്കാവുന്ന ഇവിടെ ഞങ്ങൾക്കും കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പൊ സുമാറിന്റെ മാത്രം സെറ്റിൽ ചെയ്താൽ എങ്ങനെ? ഞങ്ങളുടെ കൂടി സെറ്റിൽ ചെയ്ത് തരണം. അതെ, ഒരുത്തം വന്ന് മൂത്രം ഒഴിച്ച ആ കുട്ടിയുടെ മുടി കയറി പിടിച്ചപ്പോ എല്ലാം അങ്ങ് സെറ്റിൽ ചെയ്തു. അത് ഒരു നാടകമല്ലായിരുന്നു എന്നുള്ളത് എന്താ ഉറപ്പ്? അങ്ങനെ ഒന്നും മിണ്ടാതെ പോയാലെങ്ങനെ? ഒരു തീരുമാനം പറയും. ഞങ്ങൾ പോയാലേ ഈ പരിപാടി ചീട്ട് കൊട്ടാരം പോലെ പൊളി. അവസാനം ഞാൻ നിർത്തണോ? ഇനി എന്ത് പൊളിയാൻ? വേദികയ്ക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടൊരു നാടകത്തിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. നിൽക്കണമെന്നുള്ളവർക്ക് മര്യാദക്കാണെങ്കിൽ നിൽക്കാം. അതല്ല ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഇപ്പൊ സ്ഥലം വിട്ടോണം. അല്ല, ഞങ്ങൾക്ക് പോണം. ഇവിടെ എന്താ ജപ്തി നടന്നു? ഒന്ന് തന്നെ, നിങ്ങളെല്ലാം അങ്ങോട്ടാ? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. ഞങ്ങൾ ആർക്കും ഒരു ഭാരമാകുന്നില്ലേ? പിന്നെ റോഷമ്മോൻ പറഞ്ഞ പോലെ ഇനി എന്ത് നാടകം? എല്ലാം വേദികമോൾ അറിഞ്ഞില്ലേ? ഞങ്ങള് പോകുന്നു. ബൈ. അയ്യോ, ഇനിയാണ് നിങ്ങളുടെ ആവശ്യം. ഇനിയാണ് യഥാർത്ഥ നാടകം. ഇനി ഇവിടെ കഴിയാൻ ഞങ്ങൾക്ക് മാനസികമായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഒന്ന് തന്നെ ഭായി, ഇവരൊക്കെ പോയാ ഭായി എന്തെങ്കിലും ഒന്ന് പറ. ദാമോദർജി അറിഞ്ഞാൽ എല്ലാം പൊളിയും. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. റോഷൻ, എന്താ ചേച്ചി പ്രശ്നം? നിങ്ങളൊക്കെ പോയ ഒരു കുടുംബം പോലെ കഴിഞ്ഞതല്ലേ നമ്മൾ എല്ലാവരും? ഓ, ഉപ്പോളം വരില്ലല്ലോ മോളെ, ഉപ്പിലിട്ടത് അല്ലേ? നിന്നെ കരുതിയല്ല, പിന്നെ ആ കുഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാലം കൂടി നിൽക്കാം. പക്ഷെ അത് മനസ്സിലാക്കി കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോണം. നിങ്ങൾ അകത്തേക്ക് പോക്കോ. ചെറുക്കൻ നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോളൂ. അല്ലേ മോനെ? പാവം. അങ്ങനെ ഒരുത്തന്റെ ഔദാര്യം എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, താല്പര്യമില്ലാത്തവർക്ക് ഇപ്പൊ പോകാം. അഹങ്കാരം. ഒരു കുടുംബമില്ലാഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി എന്തായിരുന്നു? ഇറങ്ങണോ? ഇറങ്ങാൻ എല്ലാവരും. മോളുണ്ടായതിന്റെ പേരിൽ ഇവൻ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ എന്നെ കൊന്നിട്ട് ഇവൻ ജയിലിൽ പോകേണ്ട വന്നനെ. എന്താ റോഷൻ, എന്താ ഇത്? ഇത് നമ്മുടെ ആവശ്യമാണ്, അത് മനസ്സിലാക്കൂ. ഇവരെ ആരെയും നമുക്ക് വേണ്ട. സ്വന്തമാണെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് എന്ത് കാര്യം? വിലയ്ക്ക് വാങ്ങിയതല്ലേ, അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ ആത്മാർത്ഥത. ഇനി ഇയാള് മാത്രമായിട്ട് എന്തിനാ ഇവിടെ? ഇറങ്ങിപ്പോടോ, പോകാൻ. അയ്യോ, Nice place. നമസ്കാരം ഗുരു. എന്താ ഞെട്ടി നിൽക്കുന്നത്? ഈ നിമിഷം വേറെ ഒരു വികാരവും എന്റെ മുഖത്ത് വരില്ല. ജിയെ കണ്ട് ഞാൻ കോരി തരിച്ച് നിൽക്കുക. നല്ല ശാന്തമായ അന്തരീക്ഷം. വെരി പീസ്ഫുൾ ഇൻഡീഡ്. ഇറാഖ് യുദ്ധഭൂമി പോലെ. എവിടെ വേദിക്കയും റോഷനും? വിളിക്കാം. റോഷ മോനെ, വേദിയും വിളിച്ചോണ്ട് പെട്ടെന്ന് ബാടാ. വിളിച്ച് എന്റെ തലകർക്ക് ഇതുവരെ മാറിയിട്ടില്ല.
ആരാ ഇത്? You look great and sweet. ആളും മലേഷ്യ കണ്ട ആളെ അല്ലല്ലോ. അല്ല, ഞാൻ മാറി. ഞാനും റോഷന്റെ അച്ഛനും അമ്മയും അല്ലേ? ഇതാ ഇതാ ഓക്കെ. ടെൻഷൻ വേണ്ട. അച്ഛന്റെയും അമ്മയുടെ കാര്യം നേരത്തെ വേദിക്ക എന്നെ അറിയിച്ചു. ആദ്യം ദേഷ്യം തോന്നി, പിന്നെ ആലോചിച്ചു. ഇതൊന്നും ആരും വരുത്തി വെക്കുന്നതല്ലല്ലോ. അല്ല, ഇറ്റ്സ് ഫേറ്റ്. അതെ. എവിടെ റോഷന്റെ ബന്ധുക്കൾ? ഞാനൊന്ന് കാണട്ടെ. അവരില്ല. ഇല്ലേ? എവിടെ പോയി? കുളിക്കാൻ പോയി. കുളിക്കാൻ ഒരുമിച്ചോ? ഇൻ വൺ ബാത്റൂം? അല്ല, ഒരു കൂട്ടുകുളി. പക്ഷെ അത് ബാത്റൂമിലല്ല, ദൂരെയുള്ള ഒരു കുടുംബക്ഷേത്രത്തിന്റെ കുളത്തിൽ മുങ്ങി കുളിക്കാമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. ചിലപ്പോ അവിടെ തന്നെ മുങ്ങി ചാകുമെന്നും പറഞ്ഞിരുന്നു. അല്ല, ഒന്ന് മുങ്ങിട്ട് പെട്ടെന്ന് വരുമെന്നും പറഞ്ഞായിരുന്നു. ജി പോയി ഫ്രഷ് ആയിട്ട് വരും. ഓക്കെ. മോളെ, ഗോപൻ എന്തിയെ? അച്ഛാ, അത് ഞാനത് അച്ഛൻ വന്നിട്ട് പറയാമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താ? അമ്മാവനിപ്പോ ഒട്ടും നോർമലല്ല. അയ്യോ ചേട്ടാ, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ഇവരെന്നെ കൊല്ലും. എനിക്ക് പ്രാന്തില്ല. എനിക്കെല്ലാം തോന്നുന്നു പറയണം. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. ഗോപു, നീ പേടിക്കാതെ, ഞാനിങ്ങ് എത്തിയില്ലേ. യു റെസ്റ്റ്. ധൈര്യമായിട്ടിരിക്കും. എനിക്ക് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. ഉറപ്പായും ഞാൻ വരാം. നീ റെസ്റ്റ് ചെയ്യാം. ഓക്കെ മോളെ, ഗോപന്റെ സ്റ്റേജ് വളരെ ക്രിട്ടിക്കലാണ്. നമുക്ക് ഡോക്ടറിനെ കാണിക്കണം. ഏതായാലും അവനെ അധികം പുറത്തു വിടരുത്. ബന്ധുക്കളെ താനിനി എവിടെ നിന്ന് കൊണ്ടുവരും? എല്ലാ സത്യങ്ങളും അങ്ങേരോട് തുറന്നു പറയാറുന്നില്ലേ? ഭായി എന്നെ ശൂലത്തിന് കുത്തും. പക്ഷെ അയാൾ മര്യാദക്കാരനാ. തലവെട്ടി മാറ്റിയിട്ട് സോറി എന്ന് പറയും. തലയില്ലാതെ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? പക്ഷെ ഇനി ഈ ബന്ധുക്കൾ അതെല്ലാം ഈ ഗുരു ഓർഗനൈസ് ചെയ്തോളാം. നമസ്കാരം. ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ ആകെ പേടിച്ചു പോയി. സോറി, കുറച്ച് ലേറ്റായി. സമ്മതിക്കുന്നില്ല, ഡബിൾസ് ആയിരുന്നു. അങ്ങ് പൂഞ്ഞാറ്റിൽ സെക്കൻഡ് കളി കഴിഞ്ഞു വരുമ്പോ വെളുപ്പിന് 3 മണിയായി. പക്ഷെ പേടിക്കണ്ട, ഫുൾ സ്ക്രിപ്റ്റ്. ഈ ആർട്ടിസ്റ്റുകൾ മുഴുവൻ വണ്ടിക്കകത്തിരുന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്. പറയാറാവുമ്പോ ഞാൻ പറയും, അപ്പൊ പറഞ്ഞാ മതി. എവരിത്തിങ് ഈസ് ഫൈൻ. ഗുരു, ഇതാ ഞാൻ പറഞ്ഞ കഥാനായകൻ. നമസ്കാരം. ഇതൊക്കെ ആരാണ്? ഇതെല്ലാം ഭായിയുടെ പുതിയ ബന്ധുക്കൾ. ഇതൊന്നും ശരിയാവില്ല. ഇതിനെയൊക്കെ കണ്ടറിഞ്ഞൂടെ ഏതോ തട്ടിപ്പ് നാടക കമ്പനി കെട്ടിയെടുത്തിരിക്കുകയാണ്. റോഷൻ, ഇതാണോ റോഷന്റെ ബന്ധുക്കൾ? അല്ല, അതെ, തൽക്കാലം ഇവരാണ് ബന്ധുക്കൾ. ദൂരെ നിന്ന് പരിചയപ്പെട്ടാൽ മതി, ചിലപ്പോ കടിക്കും. ഹലോ, കുറ്റവാളികൾക്കെതിരെ യാതൊരു ദാക്ഷിണ്യം കാണിക്കാത്ത ഹൈക്കോടതി ചീഫ് ജഡ്ജ് മണിക്കുട്ടി. I am Major Ravi. വേറെ ഒരു പേരും കിട്ടിയില്ല. I am ഹരിപ്രസാദ്. ഞാനൊരു വലിയ ബിസിനസ് മാഗ്നറ്റ്. ഞാൻ ഡോക്ടർ മഹാദേവൻ തമ്പി. അതെ. മോനെ, എന്നോട് മോനെ റോഷ, നമ്മളെത്തിയടാ. ഇതൊക്കെ ആരാ? അത് ഇതൊക്കെയാണല്ലോ ഫാമിലി. അല്ല, ഇത് എന്റെ അച്ഛന്റെ ഫാമിലി, ഇതെന്റെ അമ്മയുടെ ഫാമിലി. ഈ അച്ഛനും അമ്മയും കൂടെ കൂടുമ്പോഴാണല്ലോ ഫാമിലി ഉണ്ടാവുന്നത്.